പക്ഷിപ്പനിയെ തുടർന്ന് കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാരം 1.5 വർഷം കഴിഞ്ഞിട്ടും കുട്ടനാട്ടിലെ കർഷകർക്ക് ലഭിച്ചില്ലെന്ന ആക്ഷേപം. സർക്കാർ നിർദ്ദേശപ്രകാരം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് താറാവുകളെ കൊന്നൊടുക്കിയത്. 60 ദിവസം പ്രായമായ താറാവുകൾക്ക് 200 രൂപയും ഇതിന് താഴെ പ്രായമുള്ള താറാവുകൾക്ക് 100 രൂപയുമാണ് സർക്കാർ നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ചിരുന്നത്. ആലപ്പുഴ ജില്ലയിൽ നൂറുകണക്കിന് കർഷകരുടെ ലക്ഷക്കണക്കിന് താറാവുകളെയാണ് പക്ഷിപ്പനി ബാധയെ തുടർന്ന് കൊന്നു തള്ളിയത്. ഇതിൽ ഏതാനും കർഷകർക്ക് പേരിന് നഷ്ടപരിഹാരം നൽകിയിരുന്നു. എന്നാൽ ഭൂരിപക്ഷം കർഷകർക്കും 1.5 വർഷം പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷിപ്പനിയെ തുടർന്ന് നിരവധി താറാവുകൾ ചത്തത് കൂടാതെയാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ താറാവുകളെ കൂട്ടത്തോടെ കൊന്നെടുക്കുകയും ചെയ്തത്. ഈ രീതിയിൽ കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാരം നൽകാൻ മാത്രമാണ് സർക്കാർ തീരുമാനമുള്ളത്. രോഗം ബാധിച്ച് ചത്ത താറാവുകളുടെ നഷ്ടപരിഹാരം കർഷകർക്ക് ലഭിക്കുകയുമില്ല. പക്ഷേ 10 പൈസ പോലും സർക്കാർ നമുക്ക് തന്നിട്ടില്ല. ഇതുപോലെ അനവധി താറാവ് കർഷകർ ഈ ബാച്ചിൽ തന്നെ 8-9 പേരുടെ താറാവിനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കും 10 പൈസ പോലും നമുക്ക് കിട്ടാനുള്ള ഒരു വഴികളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ചോദിക്കുമ്പം പറയും ഇവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് പൈസ വന്നിട്ടുണ്ട്, ഇവിടുത്തെ പൈസ ശരിയായിട്ടില്ല, അതിൻ്റെ പേരിൽ ആ പൈസ തരാത്തെന്ന് ഇവർ പറയുന്നത്. ഇതിൻ്റെ സത്യം എന്താണെന്നറിയാൻ പറ്റില്ല. ഞങ്ങൾ മരണത്തിൻ്റെ വക്കീലാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം. ഈ പലിശക്കാരെല്ലാം ദിവസവും വീട്ടിൽ വന്ന് അനാഥമായ ശല്യം ചെയ്യുന്നു. 1.5 വർഷം മുൻപ് താറാവ് ഒന്നിന് 23 രൂപ 50 പൈസ നിരക്കിലാണ് ഹാർച്ചറികളിൽ നിന്ന് കർഷകർ വാങ്ങിയത്. ഒരു ദിവസം പ്രായമായ താറാവിനും ഈ വിലയായിരുന്നു. ഈ വിലയ്ക്ക് വാങ്ങിയ ആയിരക്കണക്കിന് താറാവുകളാണ് പക്ഷിപ്പനി മൂലം ചത്തത്. മിക്ക കർഷകരും സ്വർണം പണയം വെച്ചും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കൂടിയ പലിശയ്ക്ക് പണമെടുത്തുമാണ് താറാവ് കൃഷി ചെയ്തത്. നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ മിക്ക കർഷകരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ്. കരുമാടി സ്വദേശിയായ തുളസീദാസിന് മാത്രം 8,732 താറാവുകളെ കൊന്നൊടുക്കിയ ഇനത്തിൽ 17,46,400 രൂപ ലഭിക്കാനുണ്ട്. ഇതുപോലെ അനേകം കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപരിഹാരമായി ലഭിക്കാനുള്ളത്. കേന്ദ്ര വിഹിതം ലഭ്യമായെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാന വിഹിതം ലഭിക്കാത്തതാണ് നഷ്ടപരിഹാരം വൈകാൻ കാരണമെന്ന് പറയപ്പെടുന്നു. തങ്ങൾക്ക് ലഭിക്കാനുള്ള പണം ആവശ്യപ്പെട്ട് കർഷകർ നിരവധി തവണ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെ സമീപിച്ചെങ്കിലും ഇതുവരെയും നടപടികളൊന്നുമായിട്ടില്ല. ലക്ഷങ്ങൾ നഷ്ടപരിഹാരം കിട്ടാനുണ്ടെങ്കിലും വീണ്ടും പലിശയ്ക്ക് പണമെടുത്ത് കൃഷി തുടരുകയാണ് കർഷകർ. അമൃത ന്യൂസ്, ആലപ്പുഴ.